സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ പരിചിതരായ ദമ്പതികളാണ് അഭിശ്രീ. മിനിസ്ക്രീൻ താരമായ അഭിലാഷും ഭാര്യ ശ്രീകുട്ടിയുമാണ് ഈ പേരിന് പിന്നിലെ താരങ്ങൾ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇതേ പേരിൽ തന്നെ ഇവർ അറിയപ്പെടുന്നത്. ഇത്തവണത്തെ ബിഗ് ബോസിലും അഭിലാഷ് മത്സരിച്ചിരുന്നു. തങ്ങളുടെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും ഇപ്പോൾ. ഇതിനിടെ ഇരുവരും പങ്കുവച്ച പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന് നേരെ ഉയർന്ന അധിക്ഷേപങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി ഇവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ശ്രീകുട്ടി വയറു കാണിച്ച് ഫോട്ടോ എടുത്തതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ വയറു കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എൻ്റെ കുഞ്ഞ് പുറത്തു വരാൻ പോകുന്നു. ഇതുപോലെ ഒരു വയറ്റിലാണ് ഞാനും ജനിച്ചത്. ഭാര്യയുടെ വയർ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? കാശിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഗർഭകാലത്തെ പവിത്രത ഈ ഫോട്ടോഷൂട്ടിലൂടെ നശിപ്പിച്ചു എന്നൊക്കെയായിരുന്നു വിമർശകരുടെ ചോദ്യങ്ങൾ. വിമർശകർക്ക് നേരെ രൂക്ഷമായ ചോദ്യങ്ങളുമായാണ് അഭിലാഷ് രംഗത്തെത്തിയത്. 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പൈസ വരുമെന്ന് നിങ്ങളോടാരാണ് പറഞ്ഞതെന്ന് അഭിലാഷ് ചോദിക്കുകയാണ്. ഭാര്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിച്ച താരം, ഞാനാണോ അവളുടെ ഡ്രസ്സ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്? അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ഞാൻ എന്തിന് അനാവശ്യമായി ഇടപെടൽ നടത്തുന്നത് എന്നും വ്യക്തമാക്കി. ഇത്തരം ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്നാണ് ചിലരുടെ ധാരണയെന്ന് ശ്രീകുട്ടി പറയുന്നു. ഞങ്ങൾ മാത്രമാണ് ഇതാദ്യമായി ചെയ്തതെന്നാണ് അവരൊക്കെ പറയുന്നത്. അമ്മയാവുന്നത് നല്ല കാര്യം, പക്ഷേ ഇത് കുറച്ച് ഓവറാണ്. നാണവും മാനവും വേണമെന്നായിരുന്നു ഒരു കമന്റ്. ഞാൻ കാണിച്ചത് കുഞ്ഞ് കിടക്കുന്ന ഭാഗമാണ്. അതിലെന്ത് മോശമാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ശ്രീകുട്ടി പ്രതികരിച്ചു. ഒരു ഫോട്ടോ ഇട്ടതിന് ശ്രീകുട്ടിക്ക് അവിഹിതം വരെയായി എന്ന ക്യാപ്ഷനിലൂടെയാണ് അഭിശ്രീ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ദമ്പതികൾക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഒപ്പം തന്നെ വീഡിയോയിൽ വിമർശകർക്കെതിരെ അഭിലാഷ് മോശം ഭാഷ ഉപയോഗിച്ചതിനെ വിമർശിക്കുന്നവരുമുണ്ട്. പ്രഗ്നൻസി ഫോട്ടോഷൂട്ടുമായി അല്ലാതെയും ബന്ധപ്പെട്ട് വരുന്ന നെഗറ്റീവ് കമന്റുകളെക്കുറിച്ചും ഇരുവരും പ്രതികരിച്ചു. നെഗറ്റീവ് കമന്റുകളൊന്നും ഞങ്ങൾ പൊതുവെ മൈൻഡ് ചെയ്യാറില്ല. ചില കമന്റുകൾ മാത്രം കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഡാൻസ് ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്കെന്തെങ്കിലും പറ്റും, അബോർഷനാവും എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഗർഭിണിയായാൽ വീട്ടിനകത്ത് വിശ്രമത്തിൽ കഴിയണമെന്നൊന്നും ഇല്ല. അതൊക്കെ പഴയ ചിന്താഗതിയാണ്. ഇതെന്താ വല്ല അസുഖമെങ്ങാനുമാണോ? ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരല്ല. ഗർഭമുണ്ടെന്ന് കരുതി ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം നിർത്തി വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കണോ? അതിലൊന്നും ഞങ്ങളെ കിട്ടില്ല. ഒന്നും ചെയ്യാതെ തടിച്ച് വീർത്ത് സിസേറിയനിലേക്ക് പോവാനൊന്നും വയ്യ. ഇപ്പോൾ നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കൂടുതലാണ് ഇരുവരും കൂട്ടിച്ചേർത്തു.